ഇപ്പോൾ പാലക്കാട് പൊൽപ്പുള്ളിയിൽ കാർ അപകടത്തിൽ മരിച്ച 2 കുട്ടികളുടെയും പൊതുദർശനം പുരോഗമിച്ചു വരികയാണ്. പാലക്കാട് പൊൽപ്പുള്ളി അത്തിക്കോട് പൂളക്കാട്ടിൽ പരേതനായ മാർട്ടിന് മക്കളായ ആൽഫ്രഡ്, എമിലീന. ആൽഫ്രഡ് 6 വയസ്സാണ്, എമിലീന 4 വയസ്സാണ്. ഇവർ രണ്ടുപേരും എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് തന്നെ മരിക്കുകയായിരുന്നു. അപകടത്തിൽ കുട്ടികളുടെ മാതാവായ എൽസിയും അതുപോലെ തന്നെ മൂത്ത മകൾ അലീനയ്ക്കും ഗുരുതരമായി തന്നെ പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇരുവരും ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയും ചെയ്യുകയാണ്. രണ്ട് കുട്ടികളുടെയും മൃതദേഹം ഇപ്പോൾ ഇരുവരും പഠിച്ച പൊൽപ്പുള്ളി KVM UP സ്കൂളിൽ പൊതുദർശനത്തിനായി എത്തിച്ചിരിക്കുകയാണ്. 6 വയസ്സുകാരനായ ആൽഫ്രഡ്, സഹോദരി 4 വയസ്സുകാരി എമിലീന എന്നിവരാണ് കാറിന് തീപിടിച്ച് മരണപ്പെട്ടത്. ഒരു നാടിനെ ഒന്നാകെ തന്നെ നടുക്കിയ ഒരു ദുരന്തം, അപകട വാർത്ത തന്നെയായിരുന്നു അത്. പാലക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ നഴ്സായ എൽസി ജോലി കഴിഞ്ഞ ശേഷം പുറത്തു പോകാനായി മക്കളുമായി കാർ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് അപകടമുണ്ടായത്. സാജിദ് അജ്മൽ വിവരങ്ങൾ നൽകും. സാജിദ, കാർ അപകടത്തിൽ മരിച്ച 2 കുട്ടികളുടെയും മൃതദേഹം ഇപ്പോൾ സ്കൂളിലാണോ എത്തിച്ചിട്ടുള്ളത്? എത്ര മണിവരെയാണ് അവിടെ പൊതുദർശനം? സാജിദ് കേൾക്കാമെങ്കിൽ എത്ര മണിവരെയാണ് സാജിദ് അവിടെ സ്കൂളിൽ പൊതുദർശനം? ദിവ്യ, 10:30 വരെയാണ് സ്കൂളിൽ പൊതുദർശനം ഉള്ളത്. ഇപ്പോൾ മൃതദേഹം ഇവിടെ എത്തിച്ചിട്ടുണ്ട്. നമുക്കറിയാം 2 പിഞ്ചു കുട്ടികളാണ്. ഈ UKGയിൽ പഠിക്കുന്ന കുട്ടിയും അതോടൊപ്പം തന്നെ 6 വയസ്സുള്ള 1ാം ക്ലാസ്സുകാരനായ ആൽഫ്രഡും ആണ് ഈ കാറ് പൊട്ടിത്തെറിച്ച് മരിച്ചത്. ഈ സ്കൂളിലേക്ക്, പൊൽപ്പുള്ളിയിലെ സ്കൂളിലേക്ക് സഹോദരനും സഹോദരിയും ഈ കൈപിടിച്ച് എന്നും വരുന്ന ഒരു കാഴ്ചയാണ് രാവിലെകളിൽ ഉണ്ടാകുന്നത്. അവിടെയാണ് അവരുടെ ചേതനയേറ്റ ശരീരം ഉണ്ടാകുന്നത്. ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു അപകടമാണ്. ഈ കുട്ടികളുടെ അച്ഛൻ ഈ മരിച്ച് 2 മാസം കഴിഞ്ഞ് ഈ കുറച്ച് കാലമായി 2 മാസത്തോളം എടുക്കാത്തൊരു വാഹനം പിന്നീട് അമ്മ പുറത്തേക്ക് എടുക്കാൻ വേണ്ടി വണ്ടി സ്റ്റാർട്ട് ചെയ്തതും പൊട്ടിത്തെറിക്കുകയായിരുന്നു. അതിൻ്റെ ഒരു വേദന, അത് എങ്ങനെയാണ് അപകടം ഉണ്ടായത് എന്നെ സംബന്ധിച്ച് ഇപ്പോഴും ഒരു വ്യക്തതയില്ല. ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഈ പൊതുദർശനം നടക്കുന്നത്. അമ്മയ്ക്കും അതോടൊപ്പം തന്നെ ഇവരുടെ മൂത്ത സഹോദരി എലീനയും ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ എറണാകുളത്തെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇപ്പോഴെന്തായാലും പൊതുദർശനം ആരംഭിച്ചിട്ടുണ്ട്. ഈ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്ത് നിരവധി ആളുകൾ, ഈ കുട്ടികളുടെ കാർ അപകടത്തിൽ കാർ പൊട്ടിത്തെറിച്ച് മരിച്ച കുട്ടികളുടെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കും. ഇപ്പോൾ മൃതദേഹം കുട്ടികൾ പഠിച്ച പൊൽപ്പുള്ളി KVM UP സ്കൂളിൽ പൊതുദർശനത്തിനായി എത്തിച്ചിരിക്കുകയാണ്. വിവരങ്ങളാണ് സാജിദ് അജ്മൽ നൽകിയത്. മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം.